ഹലോ എവരിവൺ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏപ്രിൽ 25 എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കോമൺ എക്സാം ഉണ്ട് അല്ലേ? യെസ്, ITA സിലബസിൽ ട്രേഡ്സ്മാൻ, ഇലക്ട്രീഷ്യൻ, ഓവർസിയർ ഗ്രേഡ് 2, ലൈൻമാൻ, സ്കിൽഡ് അസിസ്റ്റൻറ്റ് തുടങ്ങി ഏകദേശം ഒരു 12ഓളം തസ്തികകളിൽ വരുന്ന ഒരു കോമൺ എക്സാം ഏപ്രിൽ 25 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എക്സാം കലണ്ടർ പ്രകാരം അതായിരുന്നു ഡേറ്റ്. അത് നിലവിൽ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. 5 ദിവസം കഴിഞ്ഞ് അല്ലേ, ഏപ്രിൽ 30 അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഒരു 5 ദിവസം കൂടി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, അത് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ആ ഒരു 5 ദിവസം അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്ട്രാ ഒരു 5 ദിവസം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ? യെസ്, സോ ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കേരള PSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ 21/2/2024 പ്രസിദ്ധീകരിച്ച പരീക്ഷാ കലണ്ടറിൽ ചുവടെ ചേർക്കുന്ന മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. സോ ഫെബ്രുവരി 21 നമ്മുടെ ഏപ്രിൽ മാസത്തെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ പറയുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള മാറ്റം ഇതിലേതാ നോക്കിയാലോ? ഇതാണ് കേട്ടോ, മൂന്നാമത്തെ എൻട്രി. 25/4/2024 നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ഇലക്ട്രീഷ്യൻ തസ്തികകളുടെ OMR പരീക്ഷ 30/4/2024 തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് 30-ാം തീയതിയാണല്ലേ. അപ്പോൾ നിലവിൽ നമുക്ക് ഹാൾ ടിക്കറ്റോ കാര്യമോ ഒന്നും വന്നിട്ടില്ല. അതേപോലെ എക്സാം ടൈമോ ഒന്നും വന്നിട്ടില്ല, എക്സാം സെൻറ്ററോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് 30-ാം തീയതിയിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. പരീക്ഷയുടെ ഒരു 2 ആഴ്ച മുമ്പ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റൊക്കെ കിട്ടും. അപ്പോൾ സന്തോഷമായില്ലേ? യെസ്, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തുന്ന ആൾക്കാർക്ക് ഇത് സന്തോഷമായിട്ടുണ്ടാകും. കാരണം എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 5 ദിവസം എക്സ്ട്രാ കിട്ടുകയാണ്. അത് നിങ്ങളുടെ കൂടുതൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുക കേട്ടോ. യെസ്, അപ്പോൾ ആ ഒരു പരീക്ഷ ഇലക്ട്രീഷ്യൻ സിലബസിലാണെന്ന് മനസ്സിലാക്കുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കുറേയധികം പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ എക്സാമാണ്. അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്ന ട്രേഡ്സ്മാൻ എന്നുള്ള പരീക്ഷ കൂടി വരുന്നുണ്ട്. വളരെ നല്ലൊരു പോസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, 58/2023 ഇലക്ട്രീഷ്യൻ, വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, PWD ഇറിഗേഷൻ, ദെൻ ഇലക്ട്രീഷ്യൻ ഇൻ ആനിമൽ ഹസ്ബൻഡറി, ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ, ഇലക്ട്രീഷ്യൻ ഹാർബർ എഞ്ചിനീയറിംഗ്, സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തുടങ്ങിയ പരീക്ഷകളൊക്കെ നടക്കുന്നത് 25 അല്ലേ. അത് മുഴുവൻ 30 മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. തീർന്നില്ല, ബാക്കിയുള്ള പരീക്ഷകളുണ്ട് കേട്ടോ. കണ്ടോ, സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 അതൊക്കെ ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടുള്ള പരീക്ഷകളാണ്. ദെൻ ഇലക്ട്രീഷ്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ, ദെൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ള പരീക്ഷയാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വേക്കൻസികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് തന്നെയാണ്. അപ്പോൾ ആ പരീക്ഷയും ലൈൻമാൻ പരീക്ഷയും ഒക്കെ വരുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 30-നാണ്. അപ്പോൾ മനസ്സിലാക്കുക. ഇനി ഏകദേശം എത്ര ദിവസമുണ്ട്? ഏകദേശം ഒരു 30-40 ദിവസം ബാക്കിയുണ്ടല്ലേ. അപ്പോൾ അത് നിങ്ങളുടെ പ്രിപ്പറേഷന് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമോ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് പരമാവധി എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ആ രീതിയിൽ സ്പെൻഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി നമ്മുടെ ക്ലാസ് അല്ലേ, നമ്മുടെ ഈ ഒരു ചാനലിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇതുവരെ പഠിക്കാത്ത ആൾക്കാർക്കും ഒക്കെ ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർക്കും എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. പഠിച്ച ആളാണെങ്കിൽ, നിങ്ങൾ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിൽ ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, നിങ്ങൾ പഠിച്ച രീതി മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ എല്ലാ ഏരിയാസും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാനൊരു പ്ലേ ലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് പിൻ ചെയ്തിടാം കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങുക. നമ്മുടെ 25-ാം തീയതിയിലെ ട്രേഡ്സ്മാൻ എക്സാം, ഇലക്ട്രീഷ്യൻ എക്സാം, ദെൻ ബാക്കിയുള്ള ഇലക്ട്രീഷ്യൻ സിലബസിലെ എല്ലാ പരീക്ഷകളും 30-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. ട്രേഡ്സ്മാൻ്റെ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ.